ഉച്ചഭക്ഷണ വിവാദവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിയാൻ മാധ്യമപ്രവർത്തകനെ വർഗീയവാദിയെന്ന് മുദ്രകുത്തി അമ്പലപ്പുഴ എം.എൽ.എ. ജി സുധാകരൻ. ആലപ്പുഴയിലാണ് മാധ്യമപ്രവർത്തകരോട് ജി സുധാകരൻ തട്ടിക്കയറിയത്. അമ്പലപ്പുഴ എം.എൽ.എ. ഉന്നയിച്ച ഫണ്ട് പിരിവിനെ കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു ആദ്യ മറുപടി. അതിങ്ങനെ: നിങ്ങൾ വേറെ ജോലി വല്ലതും നോക്കാൻ ഇലക്ഷൻ ഫണ്ട് പിരിക്കുന്ന അഴിമതികാരമാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. നിങ്ങൾ എവിടെയാ പറയുന്നത്? ഇലക്ഷൻ ഫണ്ട് പിരിച്ചത് സങ്കല്പിക്കുക, അത് അഴിമതികാരമാണ്. അതിന് ഞാനെന്താണ് എസ് സലാമിന്റെ കാര്യം എന്നോടൊന്നും ഇടക്കിടക്ക് ചോദിക്കുന്നത്? അമ്പലപ്പുഴ മുൻ എം.എൽ.എ. എച്ച് സലാമിനെ അപമാനിക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതിന് മാധ്യമപ്രവർത്തകരുടെ മൈക്ക് തട്ടിമാറ്റിയായിരുന്നു പ്രതിഷേധം. നിങ്ങൾ എന്തിനാ അയാളുടെ കാര്യം ഇടക്കിടക്ക് എന്നോട് ചോദിക്കേണ്ടതെന്ന്? ആണോ? എന്നാ പിന്നെ പറ. മുൻ എം.എൽ.എ. ആണ്. മാധ്യമപ്രവർത്തകരുടെ ഉച്ചഭക്ഷണ വിതരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെ: ഇയാൾ എന്തുവാ പ്രസംഗിക്കുന്നത്? ഇതാണോ പത്രക്കാരുടെ? ഞാൻ സംസാരിച്ചത്, താനാണ് സംസാരിച്ചത്. ഇയാൾക്ക് എന്താ വേണ്ടത്? വഴക്കോട്ടൊക്കെ പറ്റിരിക്കുക എന്നല്ലേ? എന്നല്ല അവിടെ കാണിച്ച ഫോക്കസ് തന്നെ ഇവിടെ കാണിച്ചാലുണ്ടല്ലോ. ആ പത്രത്തിലേക്ക് ഞാൻ ഓർത്തോണം. അപ്പൊ പറഞ്ഞല്ലേ പിന്നെന്താ പറഞ്ഞത്? ഉച്ചഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചോ? താൻ എന്നോട് ചോദിച്ചില്ലല്ലോ. താൻ കമന്റ് അടിച്ചല്ലേ? താൻ ഉച്ചഭക്ഷണത്തിന്റെ കാര്യം എന്തോന്ന് ചോദിച്ചില്ലല്ലോ. ഒരു കാര്യം പറയാം, എൻ്റെ അടുത്ത് വന്നേക്കരുത്. മേലാൽ എൻ്റെ അടുത്ത് വന്നേക്കരുത്. തനിക്ക് ഇഷ്ടമുള്ളായിരിക്കും. താൻ എം.എൽ.എ. തൻ്റെ എം.എൽ.എ. ഒന്നും അല്ല. ഞാൻ തന്റെ എം.എൽ.എ. അല്ല. അമ്പലപ്പുഴ എം.എൽ.എ. തന്റെ ഔദാര്യമാണ്. ചോദ്യം ആവർത്തിച്ചപ്പോൾ കൈരളി TV റിപ്പോർട്ടറെ വർഗീയവാദിയായി ചിത്രീകരിച്ചു. ഇതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കമ്മീഷനെ വെച്ച് അന്വേഷിക്കാമെന്ന് ജി സുധാകരൻ. വർഗീയവാദി ആയിരുന്നു നിങ്ങൾ. പാർട്ടി വരുന്ന വർഗീയ സംഘടനയിലായിരുന്നു. എനിക്കറിയാം. അതെങ്ങനെ പറയാൻ പറ്റും സാറിന്? പറയാൻ പറ്റും. ആ സംഘടന വർഗീയതയുള്ളതായിരുന്നു. തെളിയിക്കാൻ പറ്റുമോ? കമ്മീഷനെ വെക്കാം. എനിക്ക് വെക്കേണ്ട കാര്യമില്ല, സാറല്ലേ തെളിയിക്കേണ്ടത്. ഒരു കാര്യം ഞാൻ പത്രക്കാരോട് എന്നെ കുറിച്ച് പറയുന്നില്ല വർഗീയവാദി. അല്ല സാറേ, വർഗീയവാദി എന്നൊക്കെ ഒരാളെ കയറി വിളിക്കാന്ന് അതെങ്ങനെ? അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങളുടെ എം.എൽ.എ. അല്ല താനെന്ന സത്യപ്രതിജ്ഞാ ലംഘനവും. കൈരളി ന്യൂസ്, ആലപ്പുഴ.